അപ്പൊ നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞ ഉടനെ ഒരു ഗ്ലാസും ആ ബോളും ഇരിക്കുന്നതിനെ പൊക്കിയെടുത്ത് ബാക്കിയുള്ള ഗ്ലാസിന്റെ കൂടെ അടുക്കി വെക്കണം. ആരാണ് പറയുന്ന സമയം കൊണ്ട് ബോളിനെ കളയാതെ ഏറ്റവും കൂടുതൽ ഗ്ലാസുകൾ ഒരു ഗ്ലാസിന്റെ അകത്ത് സ്റ്റാക്ക് ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. മത്സരം ഇവിടെ തുടങ്ങുന്നു. സ്റ്റാർട്ട്. പതുക്കെ മതി, ധൃതി വേണ്ട. നമ്മൾ ഓൾറെഡി ഒരെണ്ണം ജയിച്ചിരിക്കുകയാണ്, അപ്പൊ പ്രഷർ അപ്പുറത്താണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സമയം ഇതാ. നേരെ അമർത്ത്. ആ അടിപൊളി. പ്രിയ കമോൺ, ചീർ ചെയ്തോ. കമോൺ. ഫുൾ 10 9 8 7 6 5 4 3 2 1 0. മതി ചേച്ചി. അടിപൊളി. നല്ല കൈ. ഗ്ലാസ് കൗണ്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു ചെറിയ ഫൗളെന്തോ വന്നതായിട്ട് ഒരു ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ചേച്ചി ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തൊട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ തൊട്ടിരുന്നോ? എന്തായാലും ക്യാമറയെ പതിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 10 11 11 12 12 13 13 14 14 15 15 16 16 17 17. അളിയ ടൈ ആയിരിക്കുകയാണ്. അപ്പൊ തീരുമാനം ജഡ്ജസിന് ഇവിടെ എന്ത് ചെയ്യണം? ഓക്കെ. അപ്പൊ നമ്മുടെ തേർഡ് അമ്പയറിനോട് നമ്മൾ വിട്ടിരിക്കുകയായിരുന്നു. തേർഡ് അമ്പയർ കൃത്യമായിട്ട് ക്യാമറയൊക്കെ നോക്കി കണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നു ചേച്ചി സാരമില്ല, ചേച്ചി നന്നായിട്ട് മത്സരിച്ച്. പക്ഷെ നമുക്ക് തേർഡ് അമ്പയർ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഷൈൻ ചേച്ചി. നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാടി ബബിമോൾ ചെറുതായിട്ടൊന്ന് കൈവറച്ചു പോയി, അത്രേ ഉള്ളൂ അല്ലേ? കൈവറച്ചപ്പോ ആ ബോളൊന്നും തള്ള വരച്ച് തള്ളി പിടിച്ചായിരുന്നു, അങ്ങനെയുള്ളൂ. അപ്പൊ ചേച്ചിക്ക് ലഭിച്ചിരിക്കുന്നത് 15,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. 15,000 രൂപയുടെ ഭാഗ്യം എന്റെ ചേച്ചിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ KSFE ഹാർമണി ചെടികളിൽ ചേരുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 100 പേർക്ക് സമ്മാനമായി ലഭിക്കുന്നു സിംഗപ്പൂർ യാത്ര. നമുക്ക് പ്രിയനെ കൊണ്ടെടുപ്പിച്ചാലോ? പ്രിയനെ കൊണ്ടെടുപ്പിക്കാം. ഇന്ന് പ്രിയന്റെ ഫാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ അല്ലാതെ അല്ല, ഇതൊക്കെ കേട്ടോണ്ട് എന്റെ ഭാര്യ സാന്റോസ് ആന്റണിക്ക് നല്ലൊരു ഈസ്റ്റേൺ നൽകുന്ന ഒരു സമ്മാനമാണ്. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറാണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് ഈ കവറിലുണ്ട്. സാന്റോസ് ആന്റണി എന്തായാലും അത് ട്രൈ ചെയ്യണം. അപ്പൊ 15,000 രൂപയുടെ വാഷിംഗ് മെഷീനും കൂടെ ചേർത്ത് 30,000 രൂപ ലഭിക്കാൻ പോകുന്ന മത്സരം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ചേച്ചിയുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ അടിച്ചെടുക്കും. ഓക്കെ, ഇവിടെ ഒരു ബൗൾ ഇരിപ്പുണ്ട്, ഇവിടെ കുറച്ച് ജംസുണ്ട്, സ്ട്രോയും ഉണ്ട്. നേരത്തെ നിങ്ങൾ മാക്രോണി ഇങ്ങനെയാണ് കോരിയാണ് ഇട്ടതെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ ഇത് സക്ക് ചെയ്തെടുത്ത് കൈ ഉപയോഗിക്കാൻ പാടേ ഉള്ളതല്ല, ഒരു കൈ പുറകിൽ തന്നെ വെക്കണം കേട്ടോ. ഫൗൾ കാണിച്ചാൽ അപ്പൊ തന്നെ ഔട്ട് ആകും. ഒരു ജംസ് നമ്മൾ കളയരുത്. 30,000 രൂപ. വെരി ഗുഡ്. അടുത്തുള്ള എടുക്കുക. ദൂരമുള്ളത് പിന്നെ എടുക്കാം. 30,000 രൂപയുടെ മത്സരം. 15,000 രൂപ കഴിഞ്ഞ 30,000 രൂപയിലേക്ക് ഇത് ആവേശകരമായ മത്സരമാണ്. 10 9 8 7 6 5 4 3 2 1 0. ഡൗൺ. ഓക്കേ, വാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 വ്യക്തമായ നമ്മൾ സാധിച്ചിരിക്കുന്നത്. ബബിമോൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. ചേച്ചി, ഇവന്റെ അഡ്രസ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം.
അല്ലെങ്കിൽ ഇവ താമസിക്കുന്ന ഹോട്ടലും പറഞ്ഞു. നല്ല തടിമാടന്മാരെ കൊണ്ട് പോയി ഇടിക്കണേ. ഞാൻ തന്നെ മതി. മതിയോ? ഒന്ന് ഇടിച്ചേ. ഓ എങ്കിൽ ഒന്ന് പഞ്ചു പിടിക്കാം. ഒന്ന് നോക്കാം, ആര് ഇടിച്ചേ. ജയിക്കും. ധൈര്യമുണ്ടോ? ഒന്ന് അവിടെ ഒന്ന് ഉണ്ട്. ഒന്ന് അവനോട് ഒന്ന് പഞ്ച് പിടിച്ചേ. ആഹാ. കൈ പുറകെ വെക്കണം, കൈ പുറകെ വെക്കണം. 3, 2, 1 സ്റ്റാർട്ട്. അടിയാ. എന്നെ തോറ്റിക്കുന്ന നടക്കനാണ്, നടക്കനാണ്, നടക്കനാണ്. അതെ അതെ. ചേച്ചിക്ക് വാഷിംഗ് മെഷീൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ? ദേ ഈ ഞാൻ മേടിച്ചൊരു വാഷിംഗ് മെഷീൻ. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ചേച്ചിക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നിരിക്കും. അത് വാക്കാണ്. അങ്ങനെ വളരെ നിർണായകമായ ജാക്ക് പോട്ട് റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 2 കുടം. ഒരു കുടത്തിൽ നമ്മുടെ ഭാഗ്യം 30,000 രൂപ ഇടിപ്പുണ്ട്, മറ്റേതിൽ അത് കാണത്തില്ല. ആർക്കാണ് അത് കിട്ടാൻ പോകുന്നതെന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ജയിച്ചു നിൽക്കുന്ന ബബിത ചേച്ചിക്കാണ് ആദ്യത്തെ കുടം പൊട്ടിക്കാനുള്ള. ഇതിൽ ഏത് കുടം വേണമെങ്കിലും പൊട്ടിക്കാം. അതിലിപ്പോ നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, ചിലപ്പോ ഒന്നും ഉണ്ടാവാൻ സാധ്യത. ഈശ്വര ഭഗവാനെ, ഇതിനായിട്ട് കറക്കാനല്ല പൊട്ടിക്കാനാണ് പറഞ്ഞത്. അതിനകത്ത് ചാത്തനുണ്ട് തോന്നുന്നു കേട്ടോ. ആ മുട്ട കിട്ടി. കുടം പൊട്ടി, മുട്ട കിട്ടി. ഇതടിച്ചു പൊട്ടിച്ചേ. എല്ലാരും അടുത്ത് കണ്ണടച്ചിരുന്നോ, കണ്ണടച്ചിരുന്നോ. ഇതിന്റെ അടിയാണ് അപ്പുറത്ത്. ആ മറ്റേ കടയിലെ ചേട്ടാ ഷട്ടറിട്ടോ. അമ്പോ തീർന്നു. അളിയ മുട്ടയും പൊട്ടിന്നാണ് തോന്നണത്. തുറന്നോ? ഞാൻ തുറന്നില്ല. വെയിറ്റ്. യെസ്, ഞങ്ങൾക്കും എന്തോ ഉണ്ട്. എന്തോ ഉണ്ട്. വട്ടപൂജയായിരിക്കും മിക്കവാറും. പ്രേക്ഷകരെ, കാണികളെ, നിങ്ങൾ